പ്രയാഗ്രാജിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒരു കുടുംബം മുഴുവനാണ്. കുടുംബത്തിലെ യുവാക്കളുടെ ക്രിമിനൽ ബന്ധവും സാമ്പത്തിക ഇടപാടുകളും ആഭ്യന്തര തർക്കങ്ങളും അടക്കം അന്വേഷിക്കുകയാണ് പോലീസ് ഇപ്പോൾ. യുപിയിലെ പ്രയാഗ്രാജിലാണ് ഞെട്ടിക്കുന്ന ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. 4 കുടുംബാംഗങ്ങളെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് പോലീസിന് ലഭിച്ച ഒരു സന്ദേശം മാത്രമാണ് പ്രതിയിലേക്കെത്താനുള്ള ഏക മാർഗം. 2 വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത. പ്രയാഗ്രാജ് സ്വദേശികളായ വീരേന്ദ്ര വൈഷ്ണവ്, ഭാര്യ, 2 മക്കൾ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. വീരേന്ദ്രയുടെയും ഭാര്യയുടെയും മകളുടെയും മൃതദേഹങ്ങൾ വീടിനുള്ളിൽ നിന്നും മറ്റൊരു മകന്റെ മൃതദേഹം ഇവരുടെ തന്നെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു കെട്ടിടത്തിൽ നിന്നുമാണ് പോലീസ് കണ്ടെത്തിയത്. സൗത്ത് മലാക്കയിലെ വീരേന്ദ്രയുടെ വസതിയിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നത് ശ്രദ്ധിച്ച നാട്ടുകാരാണ് ഈ സംഭവം പോലീസിനെ ആദ്യം അറിയിക്കുന്നത്. വൈഷ്ണവിന്റെ ഒരു മകൻ വർഷങ്ങളായി കുടുംബവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളായിരുന്നു. രണ്ടാമത്തെ മകനാകട്ടെ നിരവധി ക്രിമിനൽസുമായി ബന്ധം പുലർത്തിയിരുന്ന ഒരാളും. അതുകൊണ്ട് തന്നെ അച്ഛനും മകനും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നതും ആ വീട്ടിൽ പതിവായിരുന്നു. ഇത്തരത്തിൽ മകന്റെ എന്തെങ്കിലും ക്രിമിനൽ ബന്ധങ്ങളാണോ കൊലപാതക കാരണമെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ഇവരിൽ ഒരാൾ നിലവിൽ ഒരു തട്ടിപ്പ് കേസിൽ ജയിലിൽ കഴിയുകയാണ്. കൊലപാതകം നടന്ന വീട്ടിലെ ചുവരിൽ കണ്ടെത്തിയ ആ സന്ദേശം എന്തെന്നതിലും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ബണ്ടി ബാബ്ലി ഔർ ബഹുനെ മാറ എന്നതായിരുന്നു ആ സന്ദേശം. സംഭവസ്ഥലത്ത് നിന്ന് പോലീസും ഫോറൻസിക് സംഘവും മറ്റ് തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട്. കൂടാതെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും ഇപ്പോൾ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. तो वहाँ पे जो रहने वाले वीरेंद्र कुमार वैश्य, उनकी पत्नी, उनकी बेटी की बॉडी वहाँ पे मृत हालत में मिली और फिलहाल उनको पोस्टमार्टम के लिए भिजवाया गया है. क्राइम सीन को फोरेंसिक टीम के द्वारा अभी प्रोटेक्ट करके जो वहाँ के एविडेंसेस हैं उसको साक्ष्यों को संकलन किया जा रहा है. और अभी तक प्रथम दृष्टया जो फाइंडिंग्स आई हैं, जो वहाँ आसपास के रहने वाले लोग हैं या जो भी उनके यहाँ किराए पर कुछ दुकानदार थे, सभी से वार्ता की गई तो ये जानकारी आई है कि जो वीरेंद्र कुमार वैश्य हैं, जो मृतक, उनके 2 बेटे थे. एक बेटे को आपराधिक आचरण की वजह से उनके द्वारा करीबन 15 से 20 साल पहले अपने परिवार से, संपत्ति से बेदखल कर दिया गया था. और जो दूसरा बेटा जो साथ में रह रहा था, उसके साथ में लगातार किसी न किसी वजह से विवाद बना हुआ था. उसकी जो आचरण है उसमें कुछ आपराधिक गतिविधियों में संलिप्तता थी, जिस वजह से पिता और बेटे के बीच में लगातार वाद विवाद की स्थिति बनी हुई थी. फ़िलहाल जो घर है पूरा, उसको हर कोना, हर जगह पे सर्च किया जा रहा है. फ़िलहाल जो उनका बेटा है, जो एक साथ में जो रह रहा था, जैसा कि आसपास के लोगों ने भी बताया कि कुछ दिन से वो नहीं देखा गया है, वो लापता था, तो अभी उसको भी सर्च किया जा रहा है. ഇതാണ് സംഭവത്തിൽ പോലീസ് നൽകുന്ന വിശദീകരണം. ഭാരമേറിയ ഒരു വസ്തു ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നതാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. കുടുംബത്തിനുള്ളിൽ നടന്ന എന്തെങ്കിലും തർക്കമാണോ കൊലപാതകത്തിന് പിന്നിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തിക തർക്കങ്ങൾ ആരെങ്കിലുമായി നിലനിൽക്കുന്നുണ്ടോ, അതുമല്ലെങ്കിൽ മകന്റെ ക്രിമിനൽ ബന്ധമാണോ കൊലപാതകത്തിന് പിന്നിലെന്നതാണ് അന്വേഷണ സംഘം പ്രധാനമായും ഇപ്പോൾ അന്വേഷിക്കുന്നത്. 2 ആൺമക്കൾക്കിടയിലും നിരന്തരം സംഘർഷങ്ങൾ ഉണ്ടാകുന്നതും പതിവായിരുന്നു. ഇരുവരും ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ സജീവമായി ഏർപ്പെട്ടിരുന്നവരുമായിരുന്നു എന്നത് ഒരു ഗുണ്ടാപകയും അതിനു പിന്നിലെ കൊലപാതകവുമാകാമിതെന്ന സാധ്യതയും വർദ്ധിപ്പിക്കുകയാണ്. കൂടാതെ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുള്ള മറ്റ് തെളിവുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഇത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു കൊലപാതകമെന്ന നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.